എൻ്റെ പേര് ധന്യ. ഞാൻ പേരൂർ സ്വദേശിനിയാണ്. ഞാൻ 2013 തൊട്ട് ഇവിടെ ലോക്കർ ഓപ്പൺ ചെയ്ത് വന്നിരുന്നതാണ്. തുടർ വർഷങ്ങളിലെല്ലാം ഞാൻ ലോക്കർ ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ 2026 ഈ ഏപ്രിൽ മാസം 22-ാം തീയതി ഞാൻ ഇവിടെ ലോക്കറിൽ വന്നു. ബാങ്കിൽ വന്നിട്ട് എൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യണം. അടുത്ത മാസം എൻ്റെ ലോക്കർ ക്ലോസ് ചെയ്യും. അപ്പോൾ റെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും അടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വന്നത്. അപ്പോൾ ഇവിടെ സജീവൻ എന്ന് പറയുന്ന സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ലോക്കർ കൈകാര്യം ചെയ്യുന്ന വിധുവണ്ണനാണ്, ഇത് ട്രെയിനിങ്ങിന് പോയിരിക്കുവാണ്, പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഒരാഴ്ച ട്രെയിനിങ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് പ്രകാരം ഞാൻ അന്ന് വന്ന സമയത്തോട്ട് ബാങ്കിന്റെ സെക്രട്ടറി എല്ലാ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട്. ഞാൻ അതിനുശേഷം പോയിട്ട് ഞാൻ പിറ്റേ തിങ്കളാഴ്ച വീണ്ടും ഏപ്രിൽ മാസം 27-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ഞാൻ എൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യണമെന്ന് വിധു എന്ന് പറഞ്ഞ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ആദ്യമേ ചോദിച്ചത് ധന്യയുടെ കീ തരാൻ പറഞ്ഞു. പുള്ളി ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കീ കൊടുത്തു. ഞാനും പുള്ളിയും കൂടെ ബാങ്കിന്റെ ലോക്കറിനകത്ത് കയറി രണ്ടുപേരുടെയും പ്രസൻസിൽ ആ ലോക്കർ കീ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. അപ്പോഴും ആ സമയങ്ങളിലും പുള്ളി ബാങ്കിന്റെ മാസ്റ്റർ കീ പുള്ളി എടുത്തിട്ടില്ല. അപ്പൊ എന്നോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, ലോക്കർ ഓപ്പൺ ചെയ്യാൻ വയ്യ. 2 വട്ടം ഇട്ട് 2 ലോക്കിനകത്ത് ഇട്ടിട്ട് ആ കീ ഓപ്പൺ ആവുന്നില്ല. അപ്പം വിധു പറയുന്നത് എന്റെ കീ മാറി എന്ന് പറഞ്ഞ് തർക്കവാദവുമായ വിധു എന്ന് പറഞ്ഞ ആ ചേട്ടൻ നിൽക്കുവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു വേറെ ബാഗിൽ കീ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. അത്രയും തർക്കമായിട്ട് പുള്ളി പറയുമ്പോഴും ഞാൻ പറയുന്നു എന്റെ ലോക്കർ നമ്പർ 21 കീ ഇത് സെയിം തന്നെ എന്ന് പറയുന്നു. പക്ഷെ ആ തർക്കത്തിനൊടുവിൽ ഞാൻ പിന്നെ പുറത്തോട്ട് എന്റെ ബാഗിന് എടുത്തിട്ട് മകള് പുറത്ത് എന്റെ മൂത്ത കുട്ടി ഇരിപ്പുണ്ട്, മകളെടുത്തിട്ട് ഞാൻ പോന്നു. ഞാൻ ബാഗിൽ ചെന്ന് വേറെ കീ ഉണ്ടോ നോക്കാൻ പോകുന്ന സമയത്ത് പുള്ളി എന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു ലോക്കർ ഓപ്പൺ ആയെന്ന് പറയും. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ലോക്കറിനകത്ത് പ്രവേശിക്കുന്നു. പുള്ളി പുറത്തോട്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് ഞാൻ ബാങ്കിന്റെ എന്റെ ബോക്സുകളും എനിക്ക് പ്രിൻസ് ജ്വല്ലറിയിൽ നിന്ന് ഞാൻ അന്നെടുത്ത വെഡിങ് സെറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇരിക്കുന്നത്. എന്റെ അച്ഛന്റെ ഒരു പുരയിടം വിറ്റാണ് എന്റെ കല്യാണം കാര്യങ്ങളും എല്ലാം നടത്തിയത്. ഞാൻ ആ ബോക്സുകൾ എടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചിരുന്ന എന്റെ മക്കളുടെ പൊട്ടുപൊടി സാധനം ഒന്നും ആ 2 ബോക്സുകളുടെ സാധനമൊന്നുമില്ല. എന്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് സെക്രട്ടറി ആയാലും ഈ വിധു എന്ന് പറഞ്ഞ സ്റ്റാഫ് ആയാലും ഓടി വന്ന് പെട്ടെന്ന് സെക്രട്ടറി എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ചെയർ ചെയ്തിട്ട് തുടങ്ങി ഇരിക്ക്, നിന്നെ സമാധാനപ്പെടും എന്നും പറഞ്ഞിരുന്നു. അവർ വേറെ എവിടെ നോക്കട്ടെ, വേറെ ലോക്കറിൽ എങ്ങനെ മാറ്റി വെച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. പെട്ടെന്ന് ഞാൻ എന്റെ അച്ഛനെയും ഹസ്ബൻഡിനെ എല്ലാം വിളിച്ചു. അവരെല്ലാം കൂട്ടിയിരുന്ന് അവർ പെട്ടെന്ന് ഓടി വരികയാണ് ചെയ്തത്. അപ്പോഴേ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോലീസിൽ 4 മണി വരെ നിങ്ങൾ ഇൻഫോം ചെയ്യരുത്, അവർക്ക് അടിയന്തരമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടണം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോഴും സമയം 1 മണിയാണ് ഈ ഇത്രയും സംഭവങ്ങൾ നടക്കും. നമ്മൾ അത് പ്രകാരം 4 മണി വരെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ബാങ്കിന്റെ പ്രസിഡന്റ് ചൈത്ര തമ്മാനൊക്കെ വന്നു. അവരുടെ നിലപാട് മാറ്റി. അവർ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കുകയോ എന്തോ ചെയ്തു, നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ഏപ്രിൽ മാസം 27-ാം തീയതി കിളിക്കുലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞാൻ 28-ാം തീയതി വീണ്ടും SP ഓഫീസിൽ ചെന്നു. മാഡത്തിനെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലൈന്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമായിട്ട് എന്റെ കേസ് FIR ഇടിയോ അതിന് നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ മെയ് 5-ാം തീയതി കമ്മീഷൻ ഓഫീസിൽ നേരിട്ട് ചെന്ന് ഹേമലത മാഡത്തിനെ നേരിട്ട് കണ്ട് എന്റെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു കയറിക്കിടക്കാടം പോലും ഇല്ല. അപ്പം നമ്മൾ കുറെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ ഇവിടെ കൊണ്ടുവന്ന് വിശ്വസിച്ച് ഈ സ്വർണ്ണം മൊത്തം